സീതാദേവിയെ സ്വയംവരം ചെയ്തോര് ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽവിരൽ കൊണ്ടൊന്നു തോട്ടപ്പോൾ പണ്ട് കാട്ടിലെ കല്ലൊരു മോഹിനിയായി. സല്യൂട്ട് എന്ന് പറയുന്നത്. പാട്ട് കുഞ്ഞുറങ്ങിട്ടു. പാട്ട് കേട്ട് കുഞ്ഞുറങ്ങിയില്ല. എന്നാൽ ഞാൻ പാല് കൊടുത്തു നോക്കട്ടെ, ഉറങ്ങുമോ നോക്കട്ടെ. കേക്ക് വെള്ളിയാട്ടമ്പലം ഹായ് എന്ന് പറഞ്ഞിട്ട് കേക്ക് വെള്ളിയാട്ടമ്പലം നല്ല സോങ് എന്നുണ്ട്. നിരഞ്ജൻ സ്പീക്കിംഗ്. വീട് എവിടെയാണ്? എൻ്റെ വീട് കണ്ണൂരാണ്. പ്രിൻസി അമ്മച്ചി എന്ന് വിളിക്കുന്നുണ്ട്. പ്രിൻസി പാട്ട് വേണ്ട. പ്രിൻസി നിന്റെ സൗകര്യത്തിനല്ല നമ്മളിവിടെ പാടുന്നത്, മനസ്സിലായില്ലേ? നീ പാട്ട് വേണ്ടാന്ന് പറയാൻ നിനക്ക് മാത്രം വേണ്ടാന്ന് പറഞ്ഞാൽ പോരാ, മറ്റുള്ളവരെല്ലാം ഇവിടെ ഉണ്ട്, ആരും പറഞ്ഞിട്ടില്ല വേണ്ടാന്ന്. അതുകൊണ്ട് നിനക്ക് കേൾക്കാൻ കഴിയില്ലെങ്കിൽ നീ ചെവിടി വെത്തിക്കോ. അതുകൊണ്ട് നീ അങ്ങനെ വേണ്ടാതെ വർത്താനൊന്നും പറയണ്ട പ്രിൻസി. ഫാദർ ഓഫ് ദിനേശൻ. അമ്മമ്മയുടെ വീഡിയോസൊക്കെ കാണാൻ പറ്റി. അമ്മമ്മ എല്ലാം ഒറ്റക്ക് ചെയ്യുന്നു കണ്ടപ്പോൾ കുറച്ച് വിഷമം വന്നെങ്കിലും ഒരുപാട് ബഹുമാനം തോന്നി. ഒറ്റക്ക് മോനെ, അത് ഞാനുണ്ടല്ലോ മോനെ, ഒറ്റക്ക് ചെയ്താൽ ചില സമയത്ത് അത് എനിക്ക് പിടിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള തകരാറുകളെല്ലാം ഉണ്ട്. ഒറ്റക്ക് വെച്ചിട്ട് ചില സമയം കണ്ടു എന്ന് വരില്ല. ചില സമയം നമ്മൾ പറഞ്ഞത് തന്നെ രണ്ടാമതും പറഞ്ഞു പോയി എന്ന് വരും. എന്താണെന്ന് വെച്ചാൽ ഓർമ്മക്കുറവ്. അത് വെച്ച് അപ്പുറത്തെ ആടെ പോയി അത് മാറ്റി വെച്ച് നോക്കുമ്പോഴേക്ക് ശരിക്കും കാണുന്നുണ്ടാവില്ല. ആദ്യം പോയി മാറ്റി വെച്ച് വരുമ്പോഴേക്ക് ആദ്യം കാണാണ്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ അത് ആദ്യം പറഞ്ഞത് തന്നെ രണ്ടാമത് പറഞ്ഞു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം വീഡിയോസിലുണ്ട്. അതെല്ലാം പിന്നെ നിങ്ങൾ കാണുന്നവർ ക്ഷമിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. ഞങ്ങളുടെ പ്രായത്തിൽ നോക്കിയിട്ട് അവർ നിങ്ങൾ ക്ഷമിച്ച് കാണുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതെ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള മനസ്സ് നമ്മൾ അംഗീകരിച്ചേ മതിയാകും എന്ന് പറയുന്നുണ്ട്. ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നത്. ധന്യ ഞാൻ കഴിഞ്ഞ 2021 വിഷന് കൃഷ്ണമാർന്ന പതി ഒന്ന് കഷ്ണമായിരുന്ന ഒന്നൻ തന്നു എന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് ഒരു വർത്താനം പറഞ്ഞാൽ തിരിയുന്നില്ലല്ലോ. കഴിഞ്ഞ 2023 വിഷനിൽ കൃഷ്ണമർന്ന പതി ഒൻകാഷണ ആയിരുന്നു ഒന്നൻ തന്നു എന്ന് പറയുന്നുണ്ട്. എന്താ ഈ പറഞ്ഞ വർത്താനം തന്നെ എനക്ക് തിരിയില്ല. നിങ്ങൾ ആരെങ്കിലും വായിച്ചു നോക്കുക, മനസ്സിലാകുന്നുണ്ടോ നോക്കിയാൽ. ഈ വർത്താനം ഈ ധനഞ്ജയ് വിഷ്ണുവിൻ്റെ വർത്താനം എന്താണെന്ന് എന്തെങ്കിലും ഒന്ന് മനസ്സിലാകുന്നുണ്ടോ നോക്കറോ. അത് ഏതാന്ന് ആളെന്ന് എനിക്കറിയില്ല. പ്രിൻസി ഓക്കെ പാടിക്കോ എന്ന് പറയുന്നുണ്ട്. മിയാസ് വേൾഡ് മിയ എന്ന് പറഞ്ഞാൽ എനിക്ക് പാടാൻ പറ്റിയതെല്ലാം ഞാൻ പാടും. എൻ്റെ മക്കൾക്കെല്ലാം ഞാൻ പാടുന്നതും ഞാൻ പറയുന്നതും ചെയ്യുന്നതെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും കേൾക്കാൻ പറ്റാതെ മക്കളുണ്ടെങ്കിൽ അതിൽ കൂടാൻ പറ്റുന്ന മക്കളിനെ കൂടിയാൽ മതി. കൂടാത്ത മക്കൾ നിർത്തുന്നോ പാട്ട് വേണ്ടാന്നോ പറയേണ്ട ഒരു അവകാശമില്ല. അത് ഞാൻ പാടുന്ന പാട്ട് എൻ്റെ മക്കൾക്കെല്ലാം ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ പാടുന്നത്. അവർ വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ പാടില്ല, അത്ര മാത്രം. അതുകൊണ്ട് നിങ്ങൾ ഒരാൾ വന്നിട്ട് എനിക്ക് പാടണ്ട നിർത്ത് എന്നൊന്നും പറയണ്ട. ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്യുന്നില്ല. എനിക്ക് കഴിയും പോലെ വേണ്ട. നിങ്ങൾ അറിയാതെ ഒരു പാട്ട് പഠിക്കാതെ നിങ്ങൾ ഇതേപോലത്തെ ഒരു പാട്ട് നിങ്ങൾ നല്ല വൃത്തിയിൽ പാടിത്താകും എന്നിട്ട് പറ. നിങ്ങൾ ഇതുവരെ ഒരു പാട്ട് പാടാത്ത നിങ്ങൾ നല്ല രീതിയിലൊന്നും ഒരു പാട്ട് പാടിത്തന്നാൽ ഞാനൊരു പാട്ട് തരാം, നിങ്ങളൊന്ന് പാടിത്തന്നാട്ടെ. എന്നാൽ ഞാൻ നിങ്ങളെ സമ്മതിക്കാം. നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ മറ്റുള്ളവർ പാടുമ്പോൾ അവരെ തകർക്കാൻ നോക്കരുത്. മിയാസ് വേൾഡ് മിയ എന്ന് പറയുന്നുണ്ട്. BKB എപ്പോഴും ഹാപ്പി ആയി ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ഹാപ്പി ആയി ഇരിക്കുമ്പോഴേക്ക് ഇങ്ങനെ ഓരോന്ന് വരുമല്ലോ. ശ്രീകാന്ത് ശ്രീധർ. അമ്മമ്മ ആരാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത് ഷോർട്ട് വീഡിയോ ഒക്കെ? ഞാൻ തന്നെയാണ് മോളെ, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നു മോനെ. ആര് ചെയ്യാൻ ആരുമില്ല. പ്രിൻസിക്ക് നല്ല പാട്ട് അമ്മച്ചിയെ എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ എന്തിനാ ഇപ്പം നിർത്തുമെന്ന് പറഞ്ഞ്? മിയാസ് വേൾഡ് സുഖമാണ്. പണ്ടത്തെ പാട്ട് നല്ല പാട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോഴുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പണ്ടുള്ള പാട്ടുകളെല്ലാം നല്ല പാട്ട്, അതെല്ലാം അർത്ഥവത്തായ പാട്ടാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. പിന്നെ എനിക്ക് പാടാൻ അത്രേ അറിയില്ലൂ, അത് ശരിയാണ്. നിങ്ങൾ മറ്റുള്ളവർ പാടുമ്പോൾ എനിക്ക് പാടാനാവില്ല, അത് ഒരു ശരിയാണ്. പക്ഷേ എനിക്ക് അറിയും പോലെയല്ലേ എനിക്ക് പാടിത്തരല്. നമ്മളിപ്പോൾ റോഡരികിലെല്ലാം പിന്നെ അണ്ണന്മാർ പിള്ളേർ വന്ന് പാടുന്നുണ്ട്, പഠിച്ചിട്ടാണ് പാടുന്നത്. അവർക്ക് കിട്ടും പോലെ അവർ പാടുന്നത്, അത്രയല്ലേ ഉള്ളൂ. അതിനെ ആൾ പ്രോത്സാഹിപ്പിക്കലാണ്, അങ്ങനെയാണ് വേണ്ടത്. മിയാസ് വേൾഡ് സുഖമാണോ ചോദിക്കുന്നത്. ഫാദർ ഓഫ് ദിനേശൻ. ജഗുദൻ ഗാമിങ്. നല്ല സ്ഥലം ആണ് ബ്രോ, കന്നഡ വരുവാണേൽ പറയണേന്ന് പറയുന്നുണ്ട്. ധനഞ്ജയ് വിഷ്ണു. അമ്മ 2003 ഞാൻ നാട് വിട്ടു. അത് ശരി, നാട് വിട്ടു. അത് ശരി. ജേക്ക് ഹലോ അമ്മൂമ്മയെന്ന് പറയുന്നുണ്ട്. പിന്നെ മൂൺ ലൈറ്റ് സബ്ന എന്ന് പറയുന്നുണ്ട്. സബ്ന ഹായ് എന്ന് പറയുന്നുണ്ട്. മൂൺ ലൈറ്റ് സബ്ന എന്നാ പേര്. സബ്ന ഹായ്. സബ്ന മോളെ ഹായ്. പ്രിൻസി സോറി എന്ന് പറഞ്ഞു. മോളെ നന്മ ചെയ്യാൻ കഴിയില്ല, നിന്നിക്കറ് മോളെ. എനിക്കറിയില്ല ശരിയാണ്. ഞാൻ പറഞ്ഞു നല്ല പാട്ടുകാരി എന്നല്ല, ഞാൻ അത് അതേരെ പറയുന്നുണ്ട്. എന്നോടൊന്ന് പാടിത്തരുന്നത് കിട്ടും പോലെ പാടും, കിട്ടും പോലെ വായിക്കും. അന്നേരം എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ഒന്നിക്കലും അതിന് ഒരു സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നിന്നിക്കാണ്ട് നിൽക്കുക, വേറെ ഒന്നും ചെയ്യണം.